പഞ്ചായത്ത് മുനിസിപ്പൽ പ്രതിനിധികളെയും കോർപ്പറേഷൻ കൗൺസിലർമാരെയും ഒരു പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കുക. അതോടൊപ്പം തന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും നേരം സംസാരിക്കുക. അതിനുശേഷം പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് ഈ ജനപ്രതിനിധികളൊക്കെ തന്നെ വിവിധ കോർപ്പറേഷനിലേക്ക് മുനിസിപ്പാലിറ്റികളിലേക്ക് അയക്കുകയാണ്. ഇപ്പോൾ 10 സംഘമായി തിരിഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ പദ്ധതികൾ നടപ്പിലാക്കി പോകുന്ന 10 കോർപ്പറേഷനുകളിലേക്ക് പോയിരിക്കുകയാണ് കേരളത്തിലുള്ള ജനപ്രതിനിധി. അത് എല്ലാ സംഘത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്ന് മധ്യപ്രദേശിൽ വിജയകരമായ പദ്ധതികൾ നടപ്പിലാക്കിയതിനെക്കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫരീദാബാദ് കോർപ്പറേഷനിൽ ഇപ്പോൾ അവിടുത്തെ മേയറുടെ അധ്യക്ഷതയിൽ മീറ്റിംഗ് നടക്കുകയാണ്. അതിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോയ 6 കൗൺസിലർമാരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗോവയിൽ വിജയകരമായ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു കോർപ്പറേഷനാണ്. അവിടെ പോയിട്ടുണ്ട് നമ്മുടെ ഇവിടെ നിന്നുള്ള കൗൺസിലർമാർ. അപ്പോൾ ഇന്ത്യയിൽ വിജയകരമായ സൂററ്റിലുണ്ട്, വഡോദരയിലുണ്ട് വിജയകരമായ പദ്ധതികൾ നടപ്പിലാക്കിയ കോർപ്പറേഷനിലൊക്കെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മളിവിടെ സംസാരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പദ്ധതികളുടെയും മുഴുവൻ വിവരങ്ങളും അവർ ശേഖരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ള അത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവർ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്യും. അതിനുശേഷം ഏതൊക്കെ പദ്ധതികൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തിയതിനു ശേഷം ഞങ്ങൾ കൺസേൺഡ് മിനിസ്റ്ററുകളിൽ ബന്ധപ്പെട്ട് നമുക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സഹായം ഉണ്ടാകും. ഇതുവരെയും കേരളത്തിൽ ഇത്തരത്തിലൊരു ഇടപെടൽ നടന്നിട്ടില്ല.